ഹായ്, സ്വാഗതം. ഇറാനെതിരെയുള്ള ഇസ്രയേൽ അമേരിക്കൻ യുദ്ധം, വിശാല അർത്ഥത്തിൽ പറഞ്ഞാൽ പശ്ചിമേഷ്യൻ യുദ്ധം. ഇത് മലയാളികളുടെ വയറ്റത്തടിച്ചത് എങ്ങനെയെന്നറിയണോ? പറയാം. ഞാനൊരു ചായ കുടിക്കാനായി കൊച്ചി കലൂരിലുള്ള ഇസ്മയിൽ ഇക്കയുടെ കടയിൽ പോയപ്പോൾ ഇക്കയുടെ ഒരു സങ്കട വർത്തമാനം: കട നാളെ തുറക്കില്ല കേട്ടോ. വിശദമായി ചോദിച്ചപ്പോഴാണ് അറിയുന്നത്, കടകളിൽ വാണിജ്യ ആവശ്യത്തിലുള്ള പാചകവാതക സിലിണ്ടർ എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ മാർഗമില്ല. ഹോട്ടലുകൾ അടച്ചിടേണ്ട സ്ഥിതി. കുഴിമന്തിയും ദം ബിരിയാണിയും ഒക്കെ വിറ്റിരുന്ന ഹോട്ടലുകളിൽ ചെറുകടികൾ മാത്രം. ഇങ്ങനെ യുദ്ധം തുടർന്നാൽ അതും ഇല്ലാതാകും. ഇപ്പോൾ തന്നെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമുള്ള ഒട്ടേറെ ഹോട്ടലുകൾ പാചകവാതകം കിട്ടാതെ പൂട്ടിക്കഴിഞ്ഞു. പൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഹോട്ടലുകൾക്ക് വാണിജ്യ സിലിണ്ടർ വിതരണം ചെയ്യേണ്ട എന്നാണ് എണ്ണ കമ്പനികൾ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇങ്ങനെ തുടർന്നാൽ താമസിയാതെ ഹോട്ടലുകൾ എല്ലാം പൂട്ടും. വഴിയിൽ ഭക്ഷണം തേടുന്നവർ പെടാപ്പാട് പെടും. പച്ചക്കറി, ഇറച്ചി, പലചരക്ക് തുടങ്ങിയ വ്യാപാര മേഖലകളും തൊഴിലാളികളും ദുരിതത്തിലാകും. ചില ഹോട്ടലുകൾ ഇപ്പോൾ തന്നെ വിറകടുപ്പിലേക്ക് മാറിയെങ്കിലും അതൊന്നും ശാശ്വത പരിഹാരമല്ല. ചായ ഉണ്ടാക്കാനെങ്കിലും ഉപകരിക്കും എന്ന് കരുതി കടക്കാരും വീട്ടുകാരുമൊക്കെ ഇൻഡക്ഷൻ കുക്കർ അന്വേഷിച്ചു പായുകയാണ്. മിക്ക കടകളിലും സ്റ്റോക്ക് തീർന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി പരതിയിട്ടും നോട്ട് അവൈലബിൾ എന്നാണ് പ്രതികരണം. ഇനി ചില കണക്കുകൾ നോക്കാം. 2025 ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം കേരളത്തിൽ 703 ഗ്യാസ് ഏജൻസികളുണ്ട്. ഇപ്പോൾ എണ്ണം ഇതിലും കൂടിയിട്ടുണ്ടാകും. അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നീ പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് ഈ എണ്ണ ഉൽപാദകർ. ഇത് ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, SB ഗ്യാസ് എന്ന പേരുകളിൽ വീടുകളിലും കടകളിലും എത്തുന്നു. വാണിജ്യാവശ്യത്തിലുള്ള സിലിണ്ടറുകൾക്കാണ് നിലവിൽ ക്ഷാമം. എന്നാൽ ചില ഏജൻസികളിൽ നിന്ന് വീടുകളിലേക്കും ഗ്യാസ് എത്തുന്നില്ല. ഞാൻ നിങ്ങളെ പരിഭ്രാന്തരാക്കുകയല്ല, ചില യാഥാർത്ഥ്യങ്ങൾ അറിയിച്ചെന്ന് മാത്രം. കേരളത്തിൽ മാത്രമല്ല, മുംബൈയിലും ബാംഗ്ലൂരിലും ഇന്ധനക്ഷാമം രൂക്ഷമാണ്. റെസ്റ്റോറന്റുകൾ പൂട്ടുന്നു എന്ന് റിപ്പോർട്ട്. തെരുവു കച്ചവടക്കാർ കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നു. അതിനിടെയാണ് സോഷ്യൽ മീഡിയ വഴി ഒരു വാദം പരക്കുന്നത്: വർക്ക് ഫ്രം ഹോം അനുവദിക്കണം. അതായത് നമ്മൾ കോവിഡ് കാലത്ത് കണ്ടത്. വീടിന് പുറത്ത് ഭക്ഷണം കിട്ടാത്ത സാഹചര്യം, വാഹനങ്ങളുടെ ഇന്ധന ഉപയോഗം എന്നിവ കണക്കാക്കിയാണ് വാദമുയരുന്നത്. പ്രത്യേകിച്ച് IT പ്രൊഫഷണലുകളാണ് ഈ ആശയവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത എത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹോട്ടലുകൾക്ക് പുറമെ ട്രെയിനുകളിലും ഭക്ഷണ വിതരണം നിലച്ചേക്കുമെന്ന വാർത്ത. ഇനി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു എന്ന് നോക്കാം. കേരളത്തിലെ ഇന്ധനക്ഷാമം പരിഹരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. LPG പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്രം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി ചില ആശ്വാസ വാർത്തകൾ നോക്കാം. ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ത്യൻ ക്യാപ്റ്റൻ നയിച്ച ഒരു ലൈബീരിയൻ എണ്ണക്കപ്പൽ സുരക്ഷിതമായി മുംബൈ പോർട്ടിൽ എത്തിയിരിക്കുന്നു. മറ്റു വഴികളിലൂടെ കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. 4 കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം 3 കപ്പലുകൾ വന്നിരുന്നു. രാജ്യാന്തര ഊർജ ഏജൻസിയോട് ഇന്ത്യ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശുഭസൂചനകളാണ്. പക്ഷേ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കണം. അന്തിമ പരിഹാരം എങ്ങനെ? എല്ലാം അറിയാൻ ദ പ്രോഫിറ്റ് ന്യൂസ്.